ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുരുവി വന്ന് കൊത്തിക്കൊണ്ടുപോയി. അപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ അത് വീണുപോയി. അപ്പോൾ ആ വിത്ത് തെറിച്ച് വേറൊരു സ്ഥലത്തേക്ക് ഉരുണ്ടുരുണ്ട് പോയി. അതും നല്ല മണ്ണുള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആ വിത്ത് ഒരു മരം കണ്ടു. കുറേ പൂക്കളുള്ള നല്ലൊരു മരം. അപ്പോൾ ആ വിത്തിനും ഒരു ആഗ്രഹം വന്നു, അങ്ങനെ ആവണമെന്ന്. അപ്പോൾ ആ വിത്തിനെ ഒരു ഇല മൂടി. അപ്പോൾ ആ വിത്ത് ഉറങ്ങിപ്പോയി. കുറേ നേരം ഉറങ്ങി സമയം വൈകി. അപ്പോൾ കാറ്റ് ആ ഒരു കുരുവിനെ തട്ടി വിളിച്ചു. ആ വിത്ത് ഉണർന്നു. അപ്പോൾ ആ കാറ്റ് പറഞ്ഞു, നിനക്ക് വേഗം ഒരു മരമായി മാറണ്ടേന്ന്. അപ്പോൾ ആ വിത്ത് പറഞ്ഞു, എനിക്കാകണം, പക്ഷെ ആകാൻ പറ്റുന്നില്ല. അപ്പോൾ മണ്ണിരയും ഒരു തുമ്പിയും പറയുകയാണ്, ഞാൻ ആക്കിത്തരാം, നീ വിഷമിക്കണ്ട, ഞാൻ ആക്കിത്തരാം നിന്റെ ആഗ്രഹം. അപ്പോൾ ആ വിത്ത് പറഞ്ഞു, ആക്കിത്തരുമെന്ന്. അപ്പോൾ ആ മണ്ണിര ആ വിത്തിനെ കുത്തി കൊടുത്തു. അപ്പോൾ ആ വിത്ത് മണ്ണിനുള്ളിലേക്ക് പോയി. അപ്പോൾ ആ വിത്ത് പോയപ്പോൾ കുറച്ച് മുള വന്നു. അപ്പോൾ ആ മണ്ണിരയൊക്കെ അതിശയിച്ചു. അപ്പോൾ ആ മുള വന്നപ്പോൾ അത് വലിയ ചെടിയായി മാറി. ചെടിയായപ്പോൾ അതിൽ പൂക്കൾ വിരിയാൻ തുടങ്ങി. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ മണ്ണിരയും തുമ്പിയും പറഞ്ഞു, നിന്റെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും തരണേന്ന്. അപ്പോൾ ആ വിത്ത് പറഞ്ഞു, തരാമെന്ന്. അപ്പോൾ അത് വളർന്നു കഴിഞ്ഞു. മരമായിട്ടില്ല, നല്ലോണം വളർന്നിട്ടില്ല, കുറച്ച് വളർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ കുരുവികളും വണ്ടുകളും ഒക്കെ വന്ന് തേൻ കുടിച്ചു. അപ്പോൾ കുരുവികള് അതിനൊപ്പം ആ ചെടി അതിനൊപ്പം ഒരു പാട്ട് പാടി, കുരുവി കുരുവി വാ വാ വാ, ഞാൻ തരും നല്ല തേന്. അപ്പോൾ ആ കുരുവികളൊക്കെ സന്തോഷമായി പിന്നെയും തേൻ കുടിച്ചോണ്ട് നിന്നു. അവസാനം കുരുവികളും വണ്ടുകളും ഒക്കെ ആ പൂക്കൾ എടുത്തു കൊണ്ടുപോയി. അവസാനം മണ്ണിലും തുമ്മിയും വന്നപ്പോഴോ നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല, വെറും ഇലകൾ മാത്രമായി. അവസാനം ആ ചെടിയോട് ചോദിച്ചു, നീ എന്തെങ്കിലും ഇന്ന് എല്ലാ പൂവും എവിടെ പോയി? അപ്പോൾ ആ ചെടി പറഞ്ഞു, നിന്റെ പൂക്കളെല്ലാം കുരുവികളും വണ്ടുകളും കൊണ്ടുപോയി. അപ്പോൾ മണ്ണിരയും തുമ്പിയും പറഞ്ഞു, നിനക്ക് ഇനി ഉണ്ടാകുമ്പോൾ സത്യമായിട്ടും തരണമെന്ന്. അപ്പോൾ ആ ചെടി പറഞ്ഞു, തരാമെന്ന്. അപ്പോൾ ആ ചെടി അവിടെ തന്നെ നിന്നിട്ട് കുറേ പ്രാവശ്യം നല്ല വെയിൽ വന്നു. അപ്പോൾ ആ ചെടി ഉണങ്ങി വാടിപ്പോയി. പക്ഷെ അങ്ങനെ മേഘം അത് കണ്ടപ്പോൾ മേഘം വിചാരിച്ചു, എന്തായാലും ഈ ചെടി വേർക്കുകയല്ലേ, എന്തായാലും ഒന്ന് മഴ വരുത്താൻ മതി. അപ്പോൾ മഴയാണെങ്കിൽ വന്നപ്പോൾ മഴ വന്നു. മഴയിൽ ആ ചെടി മുങ്ങിപ്പോയി. അപ്പോൾ കുരുവികൾക്കും വണ്ടുകൾക്കും ഒന്നും വരാൻ പറ്റില്ല, അവിടെ ഫുള്ള് നനഞ്ഞു. അവസാനം പക്ഷെ മണ്ണിരയ്ക്കും ആർക്കും വരാൻ പറ്റില്ല അങ്ങോട്ടേക്ക്. അപ്പൊ അവസാനം ആ ചെടി അതിൽ മുങ്ങിക്കടന്നു. അവസാനം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ മഴയൊക്കെ മാറി നല്ലപോലെ നിന്നു. ആ ചെടിയും പിന്നെ വെള്ളമൊക്കെ കുറഞ്ഞു.
അവസാനം ഒരു വീണ്ടും ഒരു പാട്ട് പാടി. കുരുവി കുരുവി വാ വാ നിങ്ങളുടെ കയ്യിൽ തേന്. പക്ഷെ കുരുവികളൊന്നും വന്നില്ല. വീണ്ടും ആ ഇലകളിൽ ഒരു കുഞ്ഞു സാധനം വന്നു. അപ്പോൾ അപ്പോൾ ഈ ചെടി മഞ്ഞിലയോട് ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ മഞ്ഞില പറയും, ഇതാണ് പുഴു, ഇത് നിന്റെ ഇല തിന്നാൻ വന്നതാണ്. അപ്പോൾ ആ ചെടി പറഞ്ഞു, നിന്റെ ഇല തിന്നാൻ എന്തിനാ ഇത് വരുന്നത്? അപ്പോൾ ആ മഞ്ഞില പറഞ്ഞു, അത് സാധാരണ അതിനൊന്നും തിന്നാൻ പറ്റൂല, അതുകൊണ്ടാണ് ഈ ഇല തിന്നുന്നത്. അപ്പോൾ അപ്പം ആ ചെടിയുടെ ഇലകളെല്ലാം ആ പുഴു തിന്നു. അപ്പം ചെടിക്ക് വിഷമമായി. അപ്പോൾ അതെല്ലാം കണ്ട് പിന്നെ നിന്ന മഴ വീണ്ടും മഴ പെയ്തു. പിന്നെ അവസാനം എല്ലായിടത്തും പുല്ലൊക്കെ വളരാൻ തുടങ്ങി. എല്ലാ മരങ്ങളും ഒക്കെ വാടിപ്പോയ മഴ കൊണ്ട് വാടിപ്പോയ മരങ്ങളും ഒക്കെ നല്ലപോലെ നിന്നു. അവസാനം വേലും മഴയുമായി. അപ്പം അവർക്ക് സന്തോഷമായി. വേലും മഴയായതുകൊണ്ട് തന്നെ അവരുടെ ചെടി പൂത്തു നിന്നു. അവസാനം മണ്ണുകളും തെരുകളും വണ്ടുകളും ഒക്കെ വന്നിട്ട് തേൻ കുടിച്ചു. അവസാനം മണ്ണിലേക്കും തുമ്പിക്കും പൂവ് കൊടുത്തു.